നമ്മെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ദുഃഖിക്കുന്നവരെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നമ്മളെ ഏറ്റവും സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്ന ഒരു വേദിയാണ് വിവാഹവേദികൾ എന്നുള്ളത്. എന്നാൽ ആ വിവാഹവേദികളിൽ നമ്മളെല്ലാവരും സന്തോഷിക്കുമ്പോഴും ഹൃദയം കൊണ്ട് കരഞ്ഞ് പുറത്ത് ചിരിക്കുന്ന കുറെ ആളുകളുണ്ട്. ആ വീടിന്റെ ഗൃഹനാഥൻ, ആ വീട്ടിൽ നിന്ന് അവർ ഈ സന്തോഷങ്ങൾ പങ്കിടുന്ന ദിവസത്തിലും അവരെന്തുകൊണ്ടാണ് ഇത്രമാത്രം സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? ആ ദിവസത്തിൽ ആരംഭിച്ചതല്ല അവരുടെ സങ്കടങ്ങൾ. ദിവസങ്ങളായി, വർഷങ്ങളായി അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിലൊരു ആദിയാണ്. വീട്ടിൽ നിന്ന് ആ വിവാഹവേദിയിൽ അവരുടെ സ്വന്തം പ്രിയപ്പെട്ട മകളെ പറഞ്ഞേക്കുമ്പോൾ ലക്ഷക്കണക്കിന് രൂപകൾ അവർക്ക് സ്വർണത്തിന് വേണ്ടി വരുന്നു, ആ വിവാഹത്തിന്റെ ചെലവിന് വേണ്ടി വരുന്നു, ആ വിവാഹവുമായി ബന്ധപ്പെട്ട അതിന്റെ മാമൂലുകൾക്ക് വേണ്ടി വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തോട് ചേർത്തു വെച്ച് നമുക്കൊന്ന് ചിന്തിച്ചുകൂടെ? മറ്റൊരാളുടെ ദുഃഖം എങ്ങനെയാണ് നമ്മളെ സന്തോഷിപ്പിക്കുന്നത്? മറ്റൊരാൾ ദുഃഖിക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് സന്തോഷിക്കാൻ കഴിയുന്നത്? അത്തരത്തിലുള്ള ആർഭാടങ്ങൾ, അത്തരത്തിലുള്ള ഈ ചിട്ടകളും അതേപോലെ തന്നെ മാമൂലുകളും നമുക്ക് വേണ്ട എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ വിവാഹവേദി എല്ലാവർക്കും ഒരുപോലെ ഒരേ മനസ്സോടുകൂടി സന്തോഷിക്കാൻ കഴിയുന്ന ഏറ്റവും നന്മ നിറഞ്ഞ ഒരു വേദിയായി മാറുമല്ലോ.